നിങ്ങൾക്ക് ട്രേഡ് യൂണിയനാണ്, നിങ്ങൾക്ക് റഫറൻഡം നടക്കുമ്പോൾ നിങ്ങൾ ആളുണ്ടെങ്കിൽ നിങ്ങളെ നല്ല പ്രവൃത്തിയാണ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് കൂട്ട് കിട്ടും. കഴിഞ്ഞ കാലങ്ങളിൽ KSRTC നിലയിലെത്തിച്ചത് നിങ്ങളുടെ നേതാക്കന്മാർക്കും പങ്കുണ്ട്, ആരും മറക്കണ്ട. അവരാണ് എത്തിച്ചത്. ഒരു മിനിറ്റ്, ഇവിടെയാണ് ഞാൻ ആ മറ്റേ പറഞ്ഞ ഭാഗം. കഴിഞ്ഞ കാലങ്ങളിൽ KSRTC നിലനിൽക്കിലെത്തിച്ചത് നിങ്ങളുടെ നേതാക്കന്മാരും പങ്കുണ്ട്. ആ ഒരു നേതാവ്, ഡ്രൈവേഴ്സിയുടെ നേതാവിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇനി അത് പറഞ്ഞ പ്രശ്നമാണ്. നിങ്ങളത് കേൾക്കുന്നവർ മനസ്സിലാക്കുക. ഈ നിലയിൽ എത്തിച്ച നേതാക്കന്മാർക്ക് പങ്കുണ്ട്. അതിലൊരു നേതാവ് വളരെ കൃത്യമായി കേരള രാഷ്ട്രീയം കണ്ടിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു മന്ത്രിയായിരുന്നു. ആ മന്ത്രിയെ കൂടി ഉദ്ദേശിച്ചാണോ പറഞ്ഞത് എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല, വെൽഫെയർ അസോസിയേഷൻ ചോദിക്കുന്നില്ല. കേൾവിക്കാർ തീരുമാനിക്കട്ടെ. അങ്ങയുടെ സംഘടനയുടെ പേരിലും KSRTC ട്രേഡ് യൂണിയൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം. വളരെ കൃത്യമാണ് അങ്ങ് പറഞ്ഞത്. ഈ നിലയിൽ എത്തിച്ചത് ഇവിടുത്തെ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾ അവരുടെ രാഷ്ട്രീയത്തിന്. ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് എങ്ങനെയാണ് KSRTC ജീവനക്കാരനെ ഉപയോഗിച്ചതെന്ന് അങ്ങ് പറയുന്ന ഇതേ രീതി മുൻപ് അങ്ങയുടെ പാർട്ടി UDF നിന്നപ്പോൾ അന്ന് അങ്ങ് ഞാൻ നേരത്തെ പറഞ്ഞ ആ നേതാവും ഇതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വാസ്തവമാണ്. ഇടമുന്നണി സർക്കാരാണ് നിരന്തരമായി സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് അവർക്ക് ശമ്പളം കൊടുത്തു തുടങ്ങിയത്. നിങ്ങളുടെ ചില നേതാക്കന്മാരാണ്, ഈ TDFന്റെ ചില നേതാക്കന്മാരാണ് ഇതിനെ നശിപ്പിച്ച് അതിനെ നാറാണക്കല്ലിട്ട്. ഒരു നേതാവ്, മറ്റൊരു പഴയ നേതാവ് നിയമസഭയിൽ പറഞ്ഞ് ഞാൻ കേട്ടോണ്ടിരിക്കും, 6 മാസം അദ്ദേഹം മന്ത്രിയായി ട്രാൻസ്പോർട്ടിന്റെ, 6 മാസത്തിനുള്ളിൽ ഞാനിത് ലാഭത്തിലാക്കുന്ന. അത് കഴിഞ്ഞ് 8-10 കൊല്ലമായി, ഇപ്പോൾ ഇതുവരെ നടന്നില്ല. ഇതൊരു പ്രശ്നമാണ്. കാരണം ഇതെനിക്ക് തോന്നുന്നത് ഇദ്ദേഹം ഇടതുപക്ഷത്തിനെ തന്നെ ട്രോൾ ചെയ്താണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. എന്റെ കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 1ാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ കയറുന്നു. ഈ പീഡന പരമ്പരകളുടെ തുടക്കം എന്ന നിലയിൽ അന്നത്തെ ധനകാര്യ മന്ത്രി, സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന് കേരളത്തിലെ ജനങ്ങൾ പറയപ്പെടുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന വ്യക്തിയായിട്ടുള്ള തോമസ് ഐസക് സാർ, അദ്ദേഹം ഞാൻ 3 വർഷം കൊണ്ട് KSRTCയെ സ്വയം പര്യാപ്തതയിലേക്കും ലാഭത്തിലേക്കും എത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് KSRTC ജീവനക്കാരനെ ഒരു കാരണവശാലും ഡ്രൈവറെ 8 മണിക്കൂറിൽ കൂടുതൽ ജോലിയെടുക്കാൻ അനുവദിക്കുകയില്ല, അതുകൊണ്ട് അവരുടെ ജീവൻ ഞങ്ങൾക്ക് പ്രാധാന്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൊഴിലാളിക്കൊപ്പം നിൽക്കുകയും തൊഴിലാളിയെ വേട്ടയാടുകയും ചെയ്യുന്ന, ഇരയ്ക്കൊപ്പം ഓടുകയും വേട്ടയാടുകയും ചെയ്യുന്ന ആ വേട്ടനായ്ക്കളുടെ സ്വഭാവത്തിന്റെ രീതിയിലേക്ക് ഇനിയിപ്പോൾ അതിന്റെ പോസ്റ്റർ ഉണ്ടായിരുന്നു, 3 വർഷം കൊണ്ട് ഞാൻ ലാഭത്തിലാക്കും എന്ന് അദ്ദേഹത്തിന്റെ ചിത്രം തന്നെ വെച്ചുകൊണ്ടുള്ള പത്രവാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മിസ്റ്റർ ഗണേഷ് കുമാർ അവറുകൾ അദ്ദേഹത്തിന്റെ മുന്നണിയെ തന്നെ ട്രോളുന്നതാണോ എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി പറയാൻ പിന്നത്തേക്ക് മാറ്റിവെച്ച് ഞാൻ വിടുകയാണ്. അപ്പോൾ ഇതിന്റെ കാര്യം 6 മാസം ലാഭത്തിനകം UDF ആരോ പറഞ്ഞത് കഴിഞ്ഞ 7 വർഷമായിട്ട് ഈ മുന്നണിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം മറന്നിട്ടല്ല, അത് കൃത്യമായി ആ മുന്നണി അദ്ദേഹം ട്രോളുന്നു. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലാഭമാണ്, നടക്കട്ടെ. അതുകൊണ്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. അങ്ങനെയൊക്കെ ചെയ്ത ആളുകൾ ഒരുമിച്ച് ശമ്പളം കൊടുക്കാൻ ഇടതുമുന്നണി സർക്കാർ ശ്രമിക്കുമ്പോൾ അതിനൊരു അലോരസം സൃഷ്ടിക്കുകയും അതിനെ തടസ്സപ്പെടുത്തുകയും ജീവനക്കാർക്ക് ആ ശമ്പളം ഒരു ദിവസമെങ്കിലും താമസിച്ച് കുടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശം. അപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തോമസ് ഐസക് സഖാവിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. അപ്പൊ അങ്ങ് തന്നെ ഇതിനകത്ത് കയറിയപ്പോൾ ഗീറുവാണോ എന്ന് പറയും അല്ലെ? അങ്ങ് തന്നെ ചെയ്ത ആ പഴയ മന്ത്രിയായിട്ട് സ്ഥാനം ഏറ്റു കഴിഞ്ഞപ്പോൾ ഉള്ള ആ പത്രസമ്മേളനത്തിന്റെ പകർപ്പൊക്കെ ഒന്ന് കാണാം. 6 മാസക്കാരനെ ഇപ്പൊ കുറ്റം പറയുന്നത്. അങ്ങ് ഇതിന്റെ മുഴുവൻ അധികാര സ്ഥാനത്തിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമായി. അങ്ങ് 6 മാസം UDF ഒരാൾ മന്ത്രിയായിരുന്നയാള് പറഞ്ഞു എന്ന് എന്ത് വിരോധം? ഇപ്പൊ പത്രക്കാരെന്താണ് ഇത് വിട്ടുപോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് സംശയം. അവർ ശ്രദ്ധിച്ചില്ല. ഞാൻ ഇനി ഉള്ളത് ശ്രദ്ധിക്കണേ. കാരണം ഇദ്ദേഹം 6 മാസം കഴിഞ്ഞോ? അപ്പൊ ഇദ്ദേഹം UDF ഇരിക്കുന്ന ഒരുത്തനെ കഴിഞ്ഞ 7 വർഷമായിട്ട് പ്രതിപക്ഷത്തിന്റെ കസേരയിൽ ഇരുന്ന് മടുത്തിയ ഒരാളെ പറയുകയാണ്, അയാൾ പറഞ്ഞെന്ന് പറഞ്ഞ് പരിഹസിക്കുക. ഇതിപ്പോ എന്നാ വെച്ചാൽ സ്വന്തം മുന്നണിക്ക് എതിരെ ട്രോളുന്നു, സ്വന്തം കാരെ വെടിവെക്കുക എന്ന് പറഞ്ഞല്ലേ, സ്വന്തമായിട്ട് ട്രോളുകയാണ് മന്ത്രി എന്നുള്ളതാണ്. കാരണം 6 മാസമായിട്ട് പറഞ്ഞു ഒരുത്തനെ നോക്കി 1 വർഷമായിട്ട് നിലവിൽ ലൈവായിട്ട് മന്ത്രിയായിട്ട് നിൽക്കുന്ന ആൾ പുച്ഛിക്കുന്നു എന്നുള്ള ഒരു വിരോധാഭാസത്തിനകത്തുണ്ട് കേട്ടോ. ഇതൊക്കെ പറയുമ്പോൾ പ്രശ്നമാവുമോ? ഇരിക്കട്ടെ, കേൾക്കാം നമുക്ക്. അതിനെ തടസ്സപ്പെടുത്തുകയും ജീവനക്കാർക്ക് ആ ശമ്പളം ഒരു ദിവസമെങ്കിലും താമസിച്ച് കുടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശം ഒരു റഫറൻഡത്തെ ലക്ഷ്യം വെച്ചുള്ളതാണെങ്കിൽ ജീവനക്കാർ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇവരെ സൂക്ഷിക്കുക. അതെനിക്ക് പറയണം. ഞാനിതിൽ ഇടപെടേണ്ട എന്ന് വിചാരിച്ചതാണ്. ജീവനക്കാർ ശ്രദ്ധിക്കുക, ഇവരെ സൂക്ഷിക്കുക, വളരെ കൃത്യമായ വാക്കുകളാണ്. ഇതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഇതുവരെ ശമ്പളം ഒന്നിച്ച് ലഭിച്ചിരുന്നില്ല. ഇതായിട്ട് ബാലികേറ മലയാണ്, ലോകത്തിലെ 8ാമത്തെ അത്ഭുതമാണ്. മുഖ്യമന്ത്രി അതിശക്തമായിട്ട് ഇടപെട്ടത് കൊണ്ടാണ്, ഞാനും അതിശക്തമായ തള്ളുകൾ നടത്തിയത് കൊണ്ടാണ് ഒന്നിച്ച് ശമ്പളം കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് റഫറണ്ടത്തിൽ ഈ പറയുന്ന മുന്നണിയുടെ നേതൃത്വത്തിലുള്ള
ഇവിടെ ഭരണകക്ഷിക്ക് ഓശാന പാടുന്ന ട്രേഡ് യൂണിയനെ വിജയിപ്പിച്ചെടുക്കുവാൻ നടത്തുന്ന നാണംകെട്ട ഒരു പ്രവർത്തനത്തിന്റെ പരിണിതഫലമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇവരെ സൂക്ഷിക്കുക എന്നുള്ള വാക്ക് ഈ KSRTCയിലെ ജീവനക്കാർ ഏറ്റെടുക്കണം. അദ്ദേഹം പറയുന്നത് വളരെ കൃത്യമാണ്, ഇവരെ സൂക്ഷിക്കണം. അദ്ദേഹം ഉൾപ്പെടുന്ന ഇപ്പോൾ അദ്ദേഹം ആർക്ക് വേണ്ടിയാണോ ഈ പത്രസമ്മേളനം നടത്തിയത്, ആ ഉൾപ്പെടുന്ന മുന്നണിയെ ഉൾപ്പെടെ, ആ മുന്നണിക്ക് വേണ്ടി കൊടി പിടിക്കുന്ന KSRTCയിലെ ട്രേഡ് യൂണിയനെ ഉൾപ്പെടെ സൂക്ഷിക്കുക എന്നുള്ള മിനിസ്റ്ററുടെ വാക്ക് ഞാൻ ഏറ്റെടുക്കുന്നു. അത് നിങ്ങളോട് ഞാൻ ആഹ്വാനം ചെയ്യുന്നു, സൂക്ഷിക്കുക. ഞാനിതിൽ ഇടപെടേണ്ട എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഇടപെടാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഉദ്യോഗസ്ഥന്മാരെ ഓഫീസിൽ കയറ്റായിരുന്നാൽ ശമ്പളം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം സമരങ്ങൾ ദയവീത് ഒഴിവാക്കുക. ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പാണ്. ഇതും ട്രോളാണ്. കാരണം സെക്രട്ടേറിയറ്റ് വളഞ്ഞ് ഒരു മന്ത്രിസഭയെ മുഴുവൻ സെക്രട്ടേറിയറ്റിൽ കയറ്റാൻ അനുവദിക്കാതെ ഇരുന്ന ഒരു മുന്നണിയിൽ ഇരുന്നുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ ഈ പറയുന്ന ഓഫീസിൽ കയറ്റാതിരിക്കുന്ന മോശമാണ്. അത് ഞാൻ പറഞ്ഞു വരുമ്പോൾ രാഷ്ട്രീയം, അതുകൊണ്ട് ഞാൻ അതിലോട്ട് വിടുന്നില്ല. ഏകദേശം അങ്ങ് ഓർക്കും നല്ലതാണ്. അപ്പൊ അടുത്തതും കൂടി നമുക്ക് കേൾക്കാം കുറച്ചുകൂടി. ഇത്തരം ആളുകളെ നിങ്ങൾ തിരിച്ചറിയണമെന്ന് KSRTCയിലെ ജീവനക്കാരനും പറയുന്നു. ഇത്തരം ആളുകളെ തിരിച്ചറിയണം. എനിക്ക് പറയാനുള്ളത് അതാണ്. ഇത്തരം ആളുകളെ തിരിച്ചറിയുക, രക്ഷകനായി അവതരിക്കുകയും ഈ റഫറണ്ടം, അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പായിരുന്നു ഈ പത്രസമ്മേളനത്തിന്റെ വിഷയം. ഇനി വരാൻ പോകുന്ന റഫറണ്ടത്തിന്റെ വിഷയമാണ്. ഈ രണ്ട് വിഷയവും ഒറ്റ പത്രസമ്മേളനത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ആളുകളെ സൂക്ഷിക്കുക. ഇത്തരം ആളുകൾ വീണ്ടും ഈ ചതിക്ക് കൂട്ടുനിന്ന ട്രേഡ് യൂണിയനെ മുഖ്യധാരയിൽ എത്തിക്കുവാൻ ദാനമായി കിട്ടിയ ഈ പദവിക്ക് പ്രത്യുപകാരം എന്ന നിലയിൽ നടത്തുന്ന ഇത്തരം ഗീർവാണങ്ങളും തള്ളുകളും സൂക്ഷിക്കുക. KSRTC ജീവനക്കാർ ഇപ്രാവശ്യം അവർക്ക് ലഭിക്കുന്ന ആ സമ്മതിദാനാവകാശം വളരെ കൃത്യമായി ഈ പറയുന്ന തൊഴിലാളി ദ്രോഹികൾക്ക് അനുകൂലമായി നിൽക്കുന്നവർക്കല്ല, തൊഴിലാളി ദ്രോഹത്തെ ചെറുക്കുന്നവർക്കൊപ്പം നിന്നുകൊണ്ട് രേഖപ്പെടുത്തുക. അത് തന്നെയാണ് എനിക്കും അവസാനം പറയാനുള്ളത്. ഇത്തരക്കാരെ സൂക്ഷിക്കുക. വളരെ നന്ദി. ഈ തോമസ് ഐസക്ക് വന്നിട്ട് അന്ന് ധനാധിപതിയായിരുന്നപ്പോ ഇപ്പൊ ഞാൻ ശരിയാക്കി തരാൻ ചെറിയ സ്പാണറിങ് എടുത്തോ മൊയ്തീനെ എന്ന് പറഞ്ഞ ഒരു ഡ്യൂട്ടി പരിഷ്കരിച്ച് ജീവനക്കാരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് വർഷത്തിനോട് അടുപ്പിച്ച് 400 ചില്ലുവാനം ജീവനക്കാര് പെട്ടിക്കകത്തായി. ആ കുടുംബങ്ങൾ അനാഥമായി. എന്നിട്ട് അങ്ങേക്ക് ലജ്ജയില്ലേ എന്ന് ചോദിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വെൽഫെയർ അസോസിയേഷൻ എത്തിച്ചേരുകയാണ്. Thank you.